എടാ ഒരിടത്തും ഒരു മത്സരത്തിലും എന്റെ മോനും മരുമോളും പരാജയപ്പെടണമെന്ന എന്റെ ആഗ്രഹേ. അതിന്റെ തെളിവല്ലേ അച്ഛാ നമ്മുടെ ഈ പൊന്നുമക്കളുടെ വിജയം. ആ വിജയം നിങ്ങളും പിന്തുടരണമെന്നാ ഞാൻ പറയുന്നേ കേട്ടാ. മോണോ ആക്ട് ഒന്നാം സമ്മാനം സൈജു ചന്ദ്രൻ, രണ്ടാം സമ്മാനം വിനീത് നാരായണൻ. കളക്ടർക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഔദ്യോഗികമായി എത്തിച്ചേരേണ്ടതായിട്ടുള്ളതുകൊണ്ട് സമ്മാനദാനം സുഗതമാഷ് നിർവഹിക്കുന്നതായിരിക്കും. അവള് പോന്നു. എന്തൊക്കെയോ ഔദ്യോഗിക പരിപാടികളുണ്ട് അച്ഛാ. എല്ലായിടത്തും ശാലിനി തന്നെ പോണ്ടേ. ഇവിടെ ശാലിനി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ ഒരുപാട് പരിപാടികൾ മാറ്റിവെച്ചിട്ടാ. മാഡം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ മാഡം നിൽക്കണം. മേഡത്തെ പോലുള്ളവർ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും ഇവിടെ നിന്ന് പരിപാടികൾ കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അറിയാലോ എന്റെ തിരക്കുകള്. അമ്മേ അമ്മേ ഓണപരിപാടിയൊക്കെ കണ്ടിട്ട് പോവാ അമ്മേ. അമ്മേ ഒരുപാട് മത്സരങ്ങളുണ്ട്. കസേരകളി, പുലിക്കളി. അമ്മേ മത്സരിക്കണം അമ്മേ. ഏയ് ഞാനൊന്നുമില്ല. മാഡത്തെ പോലുള്ളവർ പങ്കെടുത്താൽ സാധാരണക്കാർക്ക് അതൊരു ഉണർവും ആവേശമായിരിക്കും. പിന്നെ ഞങ്ങൾക്കും ആവേശത്തോടെ പറയാലോ ഞങ്ങളുടെ ഓണ പ്രോഗ്രാമിൽ കളക്ടറും പങ്കെടുത്തു. മാഡം, മാഡത്തിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച കുട്ടികളുടെ അമ്മമാരാ ഞങ്ങളും ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മാഡത്തിന്റെ പ്രസംഗം കേട്ടപ്പോ തോന്നിയത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന ആളാണെന്നാ. മാഡം ഞങ്ങളോടൊപ്പം മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞങ്ങൾക്കും അഭിമാനത്തോടെ പറയാലോ ഒപ്പം മത്സരിച്ചത് കളക്ടറാണെന്ന്. എടുത്ത് മാം, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ദിവസമല്ലേ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാവർക്കും കൂടെ ഒന്ന് സന്തോഷിക്കാന്നേ. അച്ഛനെ ഒന്ന് പറയാ. അച്ഛനെ ശാലിനി എന്താണോ പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇനിയൊന്നും പറയാനില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടുന്ന് പോകുന്നുള്ളൂ. എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. അതേ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ മരുമോളോടും പറയാം. എന്റെ ഭാര്യയും ഇളയ മരുമോളും അവളുടെ ഭർത്താവും കൂടി വന്നേക്കുന്നതേ ഓണപരിപാടി കാണാനൊന്നും അല്ല, നിങ്ങളെ തോപ്പിക്കാനാ. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ വാശിയോടെ ഒന്ന് ജയിച്ച് കാണിക്കണമെന്ന്. എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം. എന്നിട്ടേ ആ പരാജയം എന്താണെന്നേ അവിടെ അറിയിച്ചു കൊടുക്കണം. എന്നാലേ ഭാമയുടെ അഹങ്കാരത്തിന്റെ കോമ്പൊടിക്കാൻ പറ്റൂ. ഇനി ഒന്നും നോക്കാനില്ല. ഞാൻ എല്ലാ മത്സരങ്ങളിലും ഞാൻ ഏടത്തിയുടെ പേര് കൊടുക്കാൻ പോവാ. അത് തന്നെ. ഞങ്ങളൊക്കെ കൂടിയില്ലേ, പിന്നെ എന്തിനാ ഏടത്തിയമ്മ പേടിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൈ നോക്കല്ലേ. അച്ഛൻ പറഞ്ഞ പോലെ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. പിന്നെ അല്ലാതെ.